ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഈ അടുത്തിടെ റിലീസായ ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ നായക വേഷത്തിലെ ഒരു ഭാവത്തെ പറ്റിയാണ്. അതായത് ആ ചിരി. അതിലെ ആ മമ്മൂട്ടിയുടെ ആ ചിരി ഒരു പ്രത്യേകതയുള്ള ഒരു ചിരിയാണ്, പ്രത്യേകതയുള്ളൊരു ഭാവമാണ്. അതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയേണ്ടത്, ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും കാഴ്ചക്കാരെ ഭ്രമിപ്പിക്കുന്ന, ആസ്വദിക്കാനാണെങ്കിലും അതിനെപ്പറ്റി അറിയാനാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അഭിനേതാക്കളെ പറ്റി അറിയാനാണെങ്കിലും ഒക്കെ ഉള്ളൊരു ഭ്രമം, അത് സിനിമയുടെ മുന്നിലുള്ള കാര്യമാണ്. സ്ക്രീനിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് മനുഷ്യർ അല്ലെങ്കിൽ കാണികൾ ആസ്വദിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണ് അതിനകത്തുള്ള കഠിനാധ്വാനവും ശ്രമവും ഒക്കെ ശരിക്കും അളക്കാനും അറിയാനും ഒക്കെ പറ്റുക. ഇനി ഈ ചിരിയെപ്പറ്റി പറയാം. ഇപ്പം സിനിമയിലുള്ള ഏത് വികാരമാണെങ്കിലും, ആക്ഷനാണെങ്കിലും, ഡയലോഗ്സ് ആണെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള എത്ര ടേക്കുകൾ വേണ്ടി വരും, ഓരോ തവണ എത്ര ശ്രമിച്ചാണ് അവർ അതിൻ്റെ പെർഫെക്ഷൻ ആയിട്ടുള്ള രീതിയിലേക്ക് എത്തുക, എന്നിട്ടാണ് ഓക്കെ ആക്കുക, ഒരു ഷോട്ട് ഓക്കെ ആക്കുക എന്നുള്ളതൊക്കെ ആ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആണറിയുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ചിരി മമ്മൂട്ടി അത് ചെയ്യുമ്പോൾ അത്രയും ഒരു മേക്കപ്പ് ഇട്ട് പ്രോസ്തറ്റിക് പല്ല് വെച്ച് ആ ചിരി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും വളരെ വളരെ കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അല്ലാതെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ പോലും ഒരു 10-20 പേരെ നോക്കി നമ്മൾ ചിരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കവിളുകളൊക്കെ വേദനിച്ച് നമ്മൾ അസ്വസ്ഥരാകും. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര ഷോട്ടുകൾ എടുത്തിട്ടുണ്ടാവും, എത്ര സീനുകളിൽ വന്നിട്ടുണ്ടാവും. പിന്നെ പോസ്റ്റർ അല്ലെങ്കിൽ സ്റ്റിൽസ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലുക്ക് എടുക്കാൻ വേണ്ടിയൊക്കെ ഉൾപ്പെടെ, അതിൻ്റെ മെയിൻ സീൻ എടുക്കാൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്ര തവണ ആ ചിരി മെയിൻറ്റെയിൻ ചെയ്ത് അത്രയും മേക്കപ്പും ആ പ്രോസ്തറ്റിക് പല്ലും വെച്ച് ചിരിച്ച് നിന്നിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മമ്മൂക്ക ആ ചിരി ചിരിച്ച് തീർത്തും വേദനിച്ചിട്ടുണ്ടാവും, നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതെടുത്ത് നിങ്ങളെല്ലാവരും കാണണം. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ സീൻ മാത്രമല്ല, മറ്റുള്ള സീനുകളും ഒക്കെ വളരെ ശ്രമകരമായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അതാണ് ഈ മനുഷ്യൻ എന്നുള്ള ഒരു കാര്യം. മമ്മൂക്ക എന്ന് പറയുന്ന ഒരാൾ ഒരു താരത്തിനേക്കാളും, ഒരു അഭിനേതാവിനേക്കാളും, ഒരു എന്താ പറയുക, പുരുഷൻ എന്നുള്ളതിനേക്കാളും അപ്പുറം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു കലാകാരനായ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും അദ്ദേഹം പോകും. അപ്പം എത്ര വേദനിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം അത് കംപ്ലീറ്റ് ആ പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ശ്രമിച്ചു എന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ അറിയൂ. അതിൻ്റെ പിന്നിൽ ഒരു തവണയെങ്കിലും ഈ സിനിമ കാണുന്ന ആൾക്കാർ ഒരു തവണയെങ്കിലും ആ ലൊക്കേഷനിൽ പോയി അതെങ്ങനെയാണ് എടുക്കുന്നത്, എത്ര തവണയാണ് അതിൻ്റെ ഷോട്ടുകൾ എടുക്കുന്നത്, എത്ര ടേക്ക് വേണ്ടി വരും, എങ്ങനെയാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും സിനിമ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാവും. അപ്പം ഇതാണ് ആ പർട്ടിക്കുലർ ചിരിയെപ്പറ്റി ഞാൻ പറഞ്ഞത്. മമ്മൂക്ക ആ ചിരി ചിരിക്കാൻ വേണ്ടി കരഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് മമ്മൂക്ക ആ ചിരി ചിരിക്കാൻ വേണ്ടി കരഞ്ഞിട്ടുണ്ടാകാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഭ്രമയുഗത്തിലെ ഈ മമ്മൂക്ക ഭാവത്തെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറെ മറ്റ് പല വിശേഷങ്ങളുമായി വീണ്ടും എത്താം. ഇത്രയും നേരം ഇത് കേട്ടതിന് നന്ദി. താങ്ക് യു.